ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയും മാമൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ അവരുടെ എളാപ്പാടെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. അതായത് അവിടെ അക്വേറിയം ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ തൊടിയിൽ കൂടെ കേട്ടോ പോകുന്നത്. അവിടെ എഴുതി വെച്ചാണ് കേട്ടോ ചെരുപ്പ് ഇവിടെ അഴിച്ചു വെക്കുമെന്ന്. അക്വേറിയത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെയാണ് കേട്ടോ. ഇത് അവിടേക്കുള്ള സ്റ്റെയറാണ് ഇത്. അതിൻ്റെ മുമ്പുള്ള ചെറിയൊരു ഫിഷ് ടാങ്കാണ്. ചെറുത് മീൻസ് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. അതിൽ വല്ലാതെ അങ്ങോട്ട് മീനുകളില്ല കേട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങൾ കാണാൻ വന്നിട്ടുള്ളത്. ഇത് ഫുൾ ടൈം ഫിൽട്ടർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളത്തിനൊന്നും ഒരു കുഴപ്പവും കാര്യമൊന്നും ഇല്ല കേട്ടോ. വെള്ളമൊക്കെ നല്ല ക്ലിയറാണ്. ഇത് ഞങ്ങൾ സൗണ്ടൊക്കെ കേട്ട പാടന്നെ മീനൊക്കെ ആകെ പരക്കം പായാണ്. അവർക്കുണ്ടാവും അവരെ പിടിക്കാൻ വന്നതാണോ എന്നുള്ള ഡൗട്ടൊക്കെ ആയിരിക്കാം കേട്ടോ. എന്താ അറിയില്ല. അങ്ങനെ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര കൗതുകം തോന്നിയിട്ട്. ഇതിൻ്റെ മുമ്പ് ഇഷ്മോൾ ഒരു പ്രാവശ്യം കുറേ മുമ്പ് വന്നിരുന്നു. പക്ഷേ അവൾക്കൊന്നും അങ്ങനെ ഇതിനെപ്പറ്റി അറിയില്ല. ഇത് കണ്ടപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷവും അത്ഭുതമൊക്കെ ആയിട്ട്. പിന്നെ ഇത് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറികളാണ് കേട്ടോ. ഇത് ഈ ഒരു PVC പൈപ്പ് സെൻറ്റർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ മെറ്റലാണ് കേട്ടോ. അങ്ങോട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ. കുട്ടികളൊന്നും വിളിച്ചിട്ട് വരുന്നില്ല. ഇത് സ്റ്റെയർ കയറുന്നതിന് മുമ്പ് കണ്ടീനെ ടാങ്കായിരുന്നു കേട്ടോ. ഇതിൽ മീനിനെ അങ്ങോട്ട് കാണുന്നില്ല കേട്ടോ. പക്ഷെ അതിലുണ്ട് പറഞ്ഞു. കുറച്ചൊരു ദൂരെയാണ്. അതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് കാണുന്നുമില്ല. പിന്നെ ഒരു കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ തൊടിയിൽ വേറൊരു ടാങ്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ അതാണത്. അതിന് ശേഷം അവരെ തൊടിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തുണ്ടാക്കിയതാണ് കേട്ടോ. ഈ ഒരു ഫിഷ് ടാങ്കിൻ്റെ അപ്പുറത്തായിട്ടാണ് കേട്ടോ കോഴി വളർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫിൽറ്ററും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് അത് ക്ലീനായി വരും കേട്ടോ. ഇതാണ് കേട്ടോ അവർ വീടും തൊടിയും കാര്യമൊക്കെ ആയിട്ട്. ഇത് അവിടെ നിന്ന് കിട്ടിയ ജാമ്പയ്ക്കാണ്. അതൊക്കെ ഞങ്ങൾ കഴിച്ച് ഒരുവിധം മേമാൻ്റോടുള്ള മാതിരി അതേപോലെ തന്നെയാണ് കേട്ടോ. ഒരുവിധം മിക്ക ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയും. പിന്നെ ഇതൊക്കെ അവിടെ ചെടിയാണ്. മേമൻ്റെ വീട്ടിൽ അങ്ങനെ ചെടികളില്ല. തൈകളായിട്ടും പച്ചക്കറി ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീട്ടിൽ തൈകളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നൈറ്റിൽ സ്വിമ്മിങ് പൂൾക്ക് വരുന്ന പറഞ്ഞാൽ അത് ഈ വീട്ടിലാണ്. ഈ ഒരു ഏരിയയിലാണ് കേട്ടോ പൂള് വരുന്നത്. അപ്പോൾ ഈ വീട്ടിലേക്കാണ് നമുക്ക് രാത്രി ചാടാൻ വരാനുള്ളത്. ഇത് കണ്ടില്ലേ, രാവിലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാണ്. അടിപൊളിയാണ് കേട്ടോ. ഇതിലും ഉണ്ട് കേട്ടോ അവർ മീനിനെ വളർത്തുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. അത്യാവശ്യം നല്ല വലുപ്പവും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഇവിടെ ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ. നമ്മൾ സൗണ്ട് കേൾക്കണതിനനുസരിച്ച് തന്നെ മീനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്തോ ഒരു അപായ സൂചന കിട്ടിയ പോലെ കേട്ടോ. അവർ സൗണ്ട് കേൾക്കണതിനനുസരിച്ച് ഇത് പിന്നെ കുട്ടികളെ അറിയണ്ട് മീനുകളൊക്കെ പന്തളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാ. അങ്ങനെ കുറേ സമയം ഇവിടെ ഇങ്ങനെ നോക്കി നിന്ന് സ്റ്റെപ്പുകളൊക്കെ കാണുന്നുണ്ടോ നമുക്ക് പിന്നെ ചാടാൻ വരാനുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പൂളത്തെ വിശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങൾ അതിൽ എക്സ്പീരിയൻസ് ചെയ്തതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ പൂള് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട്. നല്ല ആഴമുണ്ട് കേട്ടോ പൂള് വരുന്നത്. അങ്ങനെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തിരിക്കാനുള്ള അതിനുള്ള സിറ്റിങ്ങിനുള്ള ഏരിയയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ക്ലീൻ ആക്കാൻ പറഞ്ഞാൽ അവർ ഫുൾ ടൈം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അതൊക്കെ ക്ലീനായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. കുട്ടികളൊക്കെ അറിയാതെ വന്നാലൊക്കെ ഇതിൽ ചാടുന്നതും ഒക്കെ ഒരു ഡേഞ്ചറുള്ള കാര്യങ്ങളാണ്. പിന്നെ പറഞ്ഞാൽ നീന്തം പഠിക്കണമെങ്കിൽ നമുക്കൊരു ഇതുണ്ടായും ചെയ്തിട്ട് അങ്ങനെ പൂളൊക്കെ കണ്ടതിന് ശേഷം ഇങ്ങനെ അവരെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു മാമൻ്റെ വീടും ഈ വീടും ഒന്ന് കാണാനും ഇതിനൊക്കെ. അങ്ങനെ അനിയത്തി ഊഞ്ഞാലാടിയിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഇത് ഏലക്കായിൻ്റെ ചെടിയാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാട്ടി തന്നതാണ് കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാവുകയെന്നൊന്നും എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ വന്നു എന്നറിഞ്ഞതിന് ശേഷം മാമിയും കുട്ടികളും മാമൻ്റെ മോനോരൊക്കെ വന്നതായിരുന്നു കേട്ടോ. മാമിയുണ്ട്. അങ്ങനെ നമ്മൾ അന്ന് ക്യാരറ്റ് ചോറാണല്ലോ വെച്ചിരുന്നത്. അപ്പോൾ അവരത് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് ഉമ്മാൻ്റെ അനിയത്തി
വലിയ മേമയാണ് കേട്ടോ. അങ്ങനെ എന്താണ് മേമ കഴിക്കണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു, കാരണം ഫുഡ് കഴിച്ച് വന്നതാണ്. പക്ഷെ ഇവർ കഴിക്കണണ്ടാണ്ട് അവരും അങ്ങനെ കഴിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ വീഡിയോയിലായിരുന്നോ ആൽബം കാണിക്കലും, അങ്ങനെ ആൽബം ഇവർക്ക് കാട്ടി കൊടുക്കട്ടെ. ഉമ്മക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി തോന്നി. അതിന് ശേഷം പിന്നെ ചെറിയ മേമ ഉണ്ടായിരുന്നു കേട്ടോ, അവർ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞതിന് ശേഷം അവരും രാത്രി വന്നതാണ്. ഇത് മാമി അവർക്ക്, ഉമ്മയും മാമിയൊക്കെ അവർക്ക് ഇന്നാൾ ബാർലി അതിൻ്റെ ഒരു ഇതുണ്ടാക്കിയില്ല, അത് കൊടുന്നെടുക്കായിരുന്നു. അതിൽ അവർ ചോദിക്കുന്നുണ്ട് എന്താ പേര്, അങ്ങനെയൊക്കെ തമാശയിൽ കേട്ടോ. അതിന് ശേഷം എന്താണ് നൈറ്റിക്ക് നമുക്ക് ഫുഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും പൊറാട്ടയും ആക്കാറുണ്ട്. അങ്ങനെ അത് റെഡിയാക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ളികൾ എല്ലാം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഇത് പിന്നെ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ബാർലി കൊണ്ട്, സോറി എന്താ പേരൊന്നും എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ എളാപ്പാൻ്റെ വീട് പറഞ്ഞില്ല, അവിടെ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ മേമൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഉണ്ടാക്കാമെന്ന് കേട്ടോ. ആദ്യം പാലിൽ ലേശം ബാർലി പൗഡർ കലക്കിയതിന് ശേഷം പഞ്ചസാരയും ഏലക്കായും പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിയിൽ കട്ട പിടിക്കാതെയൊക്കെ വേണം കേട്ടോ ഇളക്കാൻ. നല്ലോണം ഇളക്കിയതിന് ശേഷം അതിക്ക് നെയ്യിൽ കിസ്മിസ് വാട്ടിയിടുക. കാരണം ഇതിൽ നട്ട്സ് ഇടണ്ട കേട്ടോ. നട്ട്സ് അതേപോലെ കടല അങ്ങനത്തെ ഐറ്റംസൊക്കെ പൊടിച്ചിട്ടാണ് കേട്ടോ ഇടണത്. അങ്ങനെ ഒക്കെ അതിന് ശേഷം ഇത് കടലയൊക്കെ ഇടുകയാണ് കേട്ടോ. നട്ട്സ് ഇട്ട് കടല ഇട്ട് അതിന് ശേഷം തേൻ ഒഴിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഇതിക്ക് ഷുഗർ ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇത് കുറച്ചിട്ടാണ്. അതിന് ശേഷം ചിക്കന് വെച്ചതായിരുന്നു കേട്ടോ. അത് ഇതാണ് കേട്ടോ മേമ കുട്ടികളൊക്കെ ആയിട്ട് പിന്നെ വന്നതാണ്. അപ്പോൾ ഓരോ വിശേഷങ്ങളും ഇങ്ങനെ പറയുകയാണ്, രസങ്ങളും വിശേഷങ്ങളുമായിട്ട്. അപ്പോൾ കുട്ടി ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ടേ അവർ ഇതാവാണ്. അതിന് ശേഷമാണ് നമ്മൾ സ്വിമ്മിങ് പൂളിലേക്ക് പോകുന്നത് ഗായ്സ്. ഒരു ടൈം നല്ലോണം വൈകിയതിന് ശേഷം കേട്ടോ, കാരണം ഇവർക്കൊക്കെ വീട്ടിൽ തന്നെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പൂളിൽ ഇറങ്ങാമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പോവാൻ കേട്ടോ. ഞങ്ങൾ ഞാനൊക്കെ റെഡിയായി വന്നപ്പോഴത്തേന് കുട്ടികളൊക്കെ ഇറങ്ങൽ തുടങ്ങി കേട്ടോ. ഉമ്മയൊന്നും ഇറങ്ങിയിട്ടില്ല. ഉമ്മാക്കൊക്കെ ഇറങ്ങാനൊക്കെ നല്ല താല്പര്യമുണ്ട്, പക്ഷെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലോണം ആഴം ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് തന്നെ ഓൾമോസ്റ്റ് ഒരു സ്റ്റെപ്പ് എത്തുമ്പോഴത്തേന് തന്നെ എന്നെ നല്ലോണം അങ്ങോട്ട് മുങ്ങുന്നുണ്ട് കേട്ടോ. ഇഷ്മളൊക്കെ തണുത്ത് വിറച്ചിരിക്കുകയാണ്. എന്നാൽ നീന്തും വേണം, പക്ഷേ തണുത്തിട്ടാണെങ്കിൽ പിന്നെ അതിൽ മീനുണ്ടല്ലോ, അത് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇവർക്കൊക്കെ മീൻ കുത്തുമോ കടിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവരെ കുറച്ചിങ്ങനെ ഒന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ മീനുകളൊന്നും കാട്ടൂല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമേ മാമിനോട് ചോദിച്ചിരുന്നു മീൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന്. പിന്നെ ഇത് ഞാൻ നീന്തുകയാണ് കേട്ടോ. അനിയത്തിനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. നീന്തി തുടിക്കണം, നല്ല ആഴം ഉണ്ട് കേട്ടത്. ഇത് ഓരോ സ്റ്റെപ്പ് ഇതുണ്ട് കേട്ടോ. പക്ഷേ ഓരോ സ്റ്റെപ്പും നല്ല ആഴത്തിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ചെറിയ അനിയത്തിക്ക് നീന്താൻ അറിയില്ല. അപ്പോൾ അവളെ മേമൻ്റെ മോനെ എടുത്ത് എറിഞ്ഞു കേട്ടോ. അതിൽ ഭയങ്കര പേടിച്ച്, കാരണം നല്ല ആഴം ഉണ്ടല്ലോ. അങ്ങനെ ഞാനും നീന്തുന്ന നല്ല തണുപ്പും കാര്യമായിട്ട് ഇതുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മാമീൻ്റെയും മേമൻ്റെയും മക്കൾ, അവരും നീന്തിയും. ഇവർക്കൊക്കെ പോവണം കേട്ടോ. പിന്നെ കുട്ടികളെയൊക്കെ ഭയങ്കര പേടിയാണ്. പിന്നെ ഞങ്ങളൊക്കെ നോക്കി ഇത് മേമി അനിയത്തീസും ഞാനും ഒക്കെ നീന്തുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ നീന്തിയും തണുത്തും വിറച്ചും ഒക്കെ നിന്ന്. പിന്നെ ഞാനൊരു പ്രാവശ്യം ഒന്ന് അങ്ങോട്ട് ചാടിയതേ ഓർമ്മയുള്ളൂ. താഴ്ന്നങ്ങോട്ട് പോയിട്ട് പൊന്തി വരണ്ടേ, നല്ലോണം ഞാൻ പേടിച്ചു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഭയങ്കര പേടിച്ചു, കാരണം നമുക്ക് ഈ ഒരു സ്വിമ്മിങ് പൂളിൽ നമുക്ക് അത്ര എയിമില്ലല്ലോ, എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഇതിപ്പോൾ ഇന്ന എത്ര ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ മുങ്ങി കാണിക്കണം കേട്ടോ. പക്ഷെ എനിക്ക് കഴിയണമെന്നല്ല. അങ്ങനെ ഞങ്ങൾ കുളിച്ച് പോരുന്ന ടൈം ആട്ടോ. 11:59 തലേന്ന് ഉണ്ടാക്കിയ പൊരിയാവില് പോരുന്ന രംഗാണ്. പിന്നെ ഞങ്ങൾ അവരെ തറവാട്ട് വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന പാടനെ ഇതൊക്കെ പൊരി കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി ഓട്ടോമാറ്റിക്. ഈ കർട്ടനൊക്കെ ഉണ്ടല്ലോ, രാവിലെ ആയാലും ഇതേപോലെ ഓപ്പൺ ആയി, അതേപോലെ മഗ്‌രിബായാൽ ഇവർക്കൊക്കെ പെട്ടെന്ന് അതായത് അലക്സ ഓട്ടോമാറ്റിക്കിന്റെ അങ്ങനെ ഉപകരണം ഉപയോഗിച്ചിട്ടുള്ളത്. അവിടുത്തെ
അവിടുത്തെ ഇത്ത അതൊക്കെ ഞങ്ങൾക്ക് കാട്ടിത്തന്നു കേട്ടോ. മാഷാ അല്ലാ സൂപ്പർ. അതേപോലെ തന്നെ ഓരോ ബെഡ്റൂമിലും സ്റ്റഡി ഏരിയ ആയിട്ട് അങ്ങനെ തിരിച്ചിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം അങ്ങനെ നോക്കി കാണും. ഇവരിപ്പോൾ 2 ദിവസമായിട്ടുള്ള ഗൾഫിൽ നിന്ന് വന്നിട്ട്, എന്നാലും വീട് നല്ല ക്ലീനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ ഇങ്ങനെ പോവാണ്. ഞാൻ പോയിട്ടില്ല കേട്ടോ, ഞാൻ അടുത്ത ട്രിപ്പിലാണ്. ഞാനതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോ ട്രിപ്പ് പോയിന്, അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ എൻഡിലെത്തി. അവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. ഇവർ പൂള് വെള്ളം നിറച്ചിട്ടില്ല, കാരണം അവർ 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ വന്നിട്ട്. അങ്ങനെ ഇവിടുത്തെ വ്യൂ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള ഓരോ ഐറ്റംസും, അതേപോലെ ചായ എന്തേലും വർത്തമാനം പറഞ്ഞിരിക്കാനും, പിന്നെ വ്യൂ ഒക്കെ ഉണ്ട്. നമുക്ക് ചായ കുടിക്കണമെങ്കിൽ അതിനുള്ള കെറ്റിലും കാര്യം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാ അടിപൊളി ആയിരുന്നു കേട്ടോ. ഇവിടെ ഇഷ്മോളൊക്കെ കണ്ടില്ല, ബൈനോക്കുലർ വെച്ച് നോക്കുന്ന ഇതൊക്കെ കണ്ടില്ല. അവിടുത്തെ ഓരോ കാഴ്ചകളാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി നോക്കാം കേട്ടോ, അവിടെ എന്താ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ. ഞാൻ വ്യൂ എങ്ങനെയുണ്ട് എഴുതി പോയതാണ്, സെയിം വ്യൂ തന്നെയാണ്. അങ്ങനെ ഇവിടെ കണ്ട വേറൊരു കാഴ്ചയാണ് കേട്ടോ. വർക്ക് ഏരിയയിൽ നമ്മൾ ഫുഡ് വേസ്റ്റ് ഉണ്ടല്ലോ, ഈ വീട് ഫില്ലറിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ താഴെ കോഴികളെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഫുഡ് വേസ്റ്റ് വർക്ക് ഏരിയയിൽ നിന്ന് കോഴികളെ അടുത്തേക്ക് ഒരു നല്ല വീതിയുള്ള പൈപ്പ് സെറ്റ് ചെയ്ത് വെക്കുക. പൈപ്പ് നല്ല അത്യാവശ്യം നമ്മളൊരു നല്ല നമ്മൾ റോഡിൻ്റെ സൈഡിലൊക്കെ വെക്കൂലേ പൈപ്പ്, അഴുക്ക് ചാലിലൊക്കെ, അങ്ങനത്തെ ഒരു പൈപ്പ്, അത്ര വീതിയിൽ പൈപ്പ് സെറ്റ് ചെയ്ത് വെക്കുക. എന്നാലും നമ്മൾ വർക്ക് ഏരിയയിൽ നിന്നിടുന്ന ഫുഡ് വേസ്റ്റ് നേരെ ഈ കോഴികളടുത്തേക്ക് എത്തും. നല്ലൊരു ഐഡിയ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഓരോ ഐറ്റംസ് കേട്ടോ. അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങൾ അവിടത്തേക്ക് ചെയ്തിട്ടുള്ളത്. ആ സംവിധാനം ഞാൻ വീഡിയോ എടുത്തിരുന്നു. അത് എങ്ങനെയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയിട്ടോ. എങ്ങനെയൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല, കാരണം അതൊക്കെ കാണേണ്ടതായിരുന്നു. അടിപൊളി തന്നെയായിരുന്നു കേട്ടോ ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ മേമൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ തീർന്നു കേട്ടോ. അന്ന് ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട്